മോൻ കഴുകി കളയണോ എനിക്കറിയത്തില്ല. ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നത്? അർമ ഓഫ് ബ്യൂട്ടിയുടെ ഒരു പൗച്ച്. പിന്നെ നെക്സ്റ്റ് വഴി ഓടിപ്പോയി മുഖം കഴുകി കളയുക എന്നുള്ളതാണ്. മേക്കപ്പ് റെവല്യൂഷൻ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ലൈക്ക് ഫൗണ്ടേഷൻ, കൺസീലർ അങ്ങനെയൊക്കെ വാങ്ങി. അപ്പോൾ അത് നമുക്ക് ഒന്നിച്ച് അൺബോക്സ് ചെയ്യാം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതൊക്കെയാണ് പ്രോഡക്ട്സ്. അപ്പം നമുക്ക് ഓരോന്നോരോന്ന് കേട്ട് കണ്ടാലോ. ഇതാണ് ഞാൻ ഫസ്റ്റ് മേടിച്ച പ്രോഡക്റ്റ്. മേക്കപ്പ് റെവല്യൂഷൻ്റെ ഫൗണ്ടേഷനാണ്. ഞാൻ മേടിച്ചിരിക്കുന്ന ഷെയ്ഡ് F10 ആണ്. എനിക്കറിയത്തില്ല ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡാണോ എന്ന്. എനിവേ നമുക്കിത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കാം. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് മേക്കപ്പ് ഇടുന്നത് എൻ്റെ കല്യാണ സമയത്താണ്. അല്ലാതെ ഞാൻ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ടിട്ടില്ല. പിന്നെ എനിക്കിങ്ങനെ വീഡിയോസൊക്കെ കണ്ട് മേക്കപ്പ് ഇടുന്നത് ഇഷ്ടമാണ്, മേക്കപ്പ് ഇടുന്നവരെ ഇഷ്ടമാണ്. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ കേക്കായിട്ടിരിക്കാൻ പാടില്ല, നാച്ചുറൽ ആയിരിക്കണം. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഇങ്ങനെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഇജിനോട് പറഞ്ഞു, ഇജ കേൾക്കാനിരുന്നു, നീ മേടിച്ചോ മേടിച്ചോ മേടിച്ചോ. അങ്ങനെ വാങ്ങി. ഇത് ഞെക്കിയിട്ട് വരുന്നില്ല. കുറച്ചേ വീഴാൻ, ഒരുപാട് വരരുത് എന്ന് പറഞ്ഞ് പതുക്കെയാണ് നിൽക്കുന്നത്. അറ്റ് ലാസ്റ്റ് വന്നു ഗൈസ്. ബ്രഷൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ വെച്ച് ഇടണം എന്നുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് വേണ്ട, ഇപ്പം നമ്മൾ ചുമ്മാ ഇട്ട് നോക്കുമല്ലേ. എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ ഇടേണ്ടതൊന്നും. യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ എനിക്ക് കണ്ടത്. പിന്നെ നമ്മൾ എന്തൊരു സാധനം നമ്മുടെ മുഖത്തിട്ടാലും അത് കഴുത്തിലും കൂടി ഇടാനായിട്ട് ശ്രമിക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫേസ് ഒരു കളർ, കഴുത്ത് വേറൊരു കളർ, അങ്ങനെ ഒരു ഡിഫറൻസ് വരും. അപ്പം എന്തിട്ടാലും രണ്ടിടത്തും ഒരുപോലെ ഇടാനായിട്ട് ട്രൈ ചെയ്യുക. ഇപ്പം ഞാൻ ഇടാത്ത ചുമ്മാ ഇട്ട് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. എൻ്റെ കറക്റ്റ് ഷെയ്ഡാട്ടോ. മേക്കപ്പിൻ്റെ ABCD അറിയത്തില്ല എനിക്ക്. അത് ഒക്കെ പഠിച്ചെടുക്കണം. എങ്ങനെയൊക്കെ മേക്കപ്പൊക്കെ ഇടാൻ പഠിച്ചിട്ട് നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് പിന്നേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കൈ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ആക്കി കൊടുക്കാം. ബ്രഷൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞൊരു ഹോൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബ്രഷൊക്കെ ഇങ്ങനെ കൊതുക്കി വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല അതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് പതുക്കെ പഠിക്കാം. ഇങ്ങനെ ഇപ്പം നമുക്ക് കൈ കൊണ്ട് ചെയ്യാം. എൻ്റെ കറക്റ്റ് ഷെയ്ഡാട്ടോ എനിക്ക് കിട്ടിയത്. നെക്സ്റ്റ് പ്രൊഡക്റ്റ്, നെക്സ്റ്റ് കൺസീലർ. ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ തന്നെയാണ്. ഞാൻ ഓൺലൈനായിട്ടൊന്നും അല്ല, ഷോപ്പിൽ തന്നെ പോയി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യായിരുന്നു. കാരണം ഞാൻ ഇതുവരെ ഇതൊന്നും വാങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഷെയ്ഡൊന്നും കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അവിടെ ചെന്ന് അവരുടെ കുറച്ച് അഡ്വൈസും കൂടി എടുത്തിട്ടാണ് ഞാൻ പ്രോഡക്റ്റ് സെലക്ട് ചെയ്തത്. എനിവേ നോക്കാം. പൊട്ടിക്കാൻ പറ്റണില്ല. പോയി വാങ്ങാം എന്നൊക്കെ തീരുമാനിച്ചു പോയി. പക്ഷെ ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് വാങ്ങിയാൽ എനിക്ക് ശരിയാവുമോ, ഇത് ഞാൻ യൂസ് ചെയ്യുമോ, വെറുതെ കാശ് കളയുവാണോ, അങ്ങനെയൊന്നും അറിയത്തില്ല. പിന്നെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിയെന്ന് മാത്രം. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നടത്താനുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങി. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിങ്. ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് കൺസീലർ എന്ന് പറയുന്നത് നമുക്ക് പിഗ്മെന്റേഷൻസും ഡാർക്ക് മാർക്സും ഉള്ളിടത്ത് നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഇടാം. പിമ്പിളൊക്കെ വന്ന് കുറച്ച് മാർക്കുണ്ട്, അവിടെ നിട്ട് വെക്കാം. അല്ലാതെ വലിയ പിഗ്മെന്റേഷനോ ഒന്നും എൻ്റെ മുഖത്തില്ല. അത് കുറച്ചേ എടുത്തിട്ടുള്ളൂ, കുറച്ചേ ഇട്ടിട്ടുള്ളൂ കൺസീലർ. കവർ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് പ്രൊഡക്റ്റ്, ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ തന്നെ കോമ്പാക്ട് പൗഡറാണ്. ആദ്യമായിട്ട് ഇതൊക്കെ വാങ്ങിയതിന് കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് എനിക്ക്. ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. കാരണം ഞാൻ കുറേ നാളുണ്ട് നടത്തണം, വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്ന കാര്യമാണ്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യും, വാങ്ങും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ മേക്കപ്പ് ഒക്കെ ഇടും എന്നൊന്നും ഞാൻ വിചാരിച്ചതേ അല്ല. പണ്ടൊന്നും മേക്കപ്പ് ഒന്നും ഇടുന്നത് ഇഷ്ടമൊന്നുമല്ലായിരുന്നു. ഞാൻ നാച്ചുറൽ ബ്യൂട്ടി അങ്ങനെ നടക്കാനായിരുന്നു ഇഷ്ടം. പക്ഷെ ഇപ്പം ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് പണ്ട് ഇഷ്ടം അല്ലെങ്കിൽ മേക്കപ്പ് ഇടുന്നവരോട് ഇഷ്ടക്കേടോ അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ് ആണ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല ഭംഗിയാണ്. ഇതിനകത്തൊരു മിററൊക്കെ ഉണ്ട്, ഒരു സ്പഞ്ച് ഉണ്ട്, ഒരു മിററുണ്ട്. ഇവിടെ പ്രസ് ചെയ്താൽ മതി ഓപ്പൺ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഒരു ആഗ്രഹത്തിന് പുറത്ത് വാങ്ങിയതാണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് തന്നെ 2 ആഴ്ച കൂടുതലാവുന്നു. ഇതുവരെ ഇത് ഓപ്പൺ ചെയ്തിട്ട് പോലും ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വാങ്ങി ഇതിനെ ഉപയോഗിക്കുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ കാശ് കൊടുത്ത് വാങ്ങിയതാണ്, ഉപയോഗിക്കണം, വെറുതെ വെക്കാൻ പാടില്ല. ഞാൻ ഫുള്ളായിട്ട് ഇടുന്നില്ല ഇപ്പം, കാരണം ഞാനെങ്ങും പോകുന്നൊന്നുമില്ല. എനിക്ക് അറിയത്തില്ല ഇതിനെ പറ്റിയൊന്നും. ഇപ്പോൾ ഓടിപ്പോയി മോൻ കഴുകി കളയണോ എനിക്കറിയത്തില്ല. ഇതിനെ ജസ്റ്റ് ചുമ്മാ ഒന്ന് ടച്ച് ചെയ്ത്
ഇതൊക്കെ ഇടാനുള്ള അവസരങ്ങൾ എനിക്ക് എപ്പോഴെങ്കിലും കിട്ടുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. ഈ മേക്കപ്പ് പ്രോഡക്റ്റ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ലിപ്സ്റ്റിക്കും ബ്ലഷുമാണ്. പക്ഷേ ബ്ലഷ് വാങ്ങില്ല, അതും എനിക്ക് വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിപ്പോൾ നെക്സ്റ്റ് വഴി ഓടിപ്പോയി മുഖം കഴുകിക്കളയുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തേ ഉള്ളൂ, അറിയത്തില്ല. ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ ബാക്കി വീഡിയോസ് ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ കാണുന്നതായിരിക്കും. അങ്ങനെ ഇതും വാങ്ങി. നെക്സ്റ്റ് കുറച്ച് സ്പഞ്ചാണ്. ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒന്നുമല്ല, അല്ലാതെ വാങ്ങിയതാണ്. 2-3 സ്പഞ്ച്, 3 ഒരു സെറ്റായിട്ടാണ് വാങ്ങിയത്. കുറേ സാധനങ്ങൾ വാങ്ങിയപ്പം എനിക്ക് ഒരു പൗച്ച് ഗിഫ്റ്റ് കിട്ടി. ഇതാണ് ആ പൗച്ച്. നല്ല ക്യൂട്ടായിട്ടില്ലേ? അർമ ഓഫ് ബ്യൂട്ടിയുടെ ഒരു പൗച്ചാണ്. ഇതെല്ലാം ഇതിൽ കൊള്ളും. ഇതെല്ലാം ഇങ്ങനത്തെ കൊള്ളും. ഇനി സാധനങ്ങൾ കൊള്ളും. ഇനി ഇത് കേട്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോകളിലൊക്കെ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഈ പ്രോഡക്റ്റിൻ്റെ ഒക്കെ റിവ്യൂ ഇതൊക്കെ എങ്ങനെയുണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് ചെയ്യൂ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പിന്നെ പറയാം. അപ്പോൾ നമുക്ക് വരും വീഡിയോയിലൊക്കെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.